ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രൊഡക്റ്റ് ആണ്, പ്രിന്റർ ആണ്. അപ്പൊ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ പ്രിന്റർ മേടിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പേരാണ് HP. ഒബ്വിയസ് പേരാണ് HP, കാരണം അവർ പ്രിന്റിംഗ് സൊല്യൂഷൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ പ്രോബ്ലി ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഒരുപാട് വർഷമായിട്ട് പ്രിന്റിംഗ് സൊല്യൂഷനിലാണ്. ഇപ്പോൾ ഓഫീസ് ആണെങ്കിലും ഹോം ആണെങ്കിലും സ്മോൾ മീഡിയം ബിസിനസ്സിനാണെങ്കിലും എന്റർപ്രൈസിനാണെങ്കിലും എല്ലാവർക്കും തന്നെ അവർക്ക് വൈഡ് റേഞ്ച് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ലേസർ പ്രിന്റിംഗ് ഉണ്ട്, ഇങ്ക് ടാങ്ക് പ്രിന്റേഴ്സ് ഉണ്ട്, അങ്ങനെ എന്റർപ്രൈസിനുള്ള ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രിന്റർ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അവരുടെ ഒരു ലേസർ ജെറ്റ് ടാങ്ക് മൾട്ടി ഫംഗ്ഷൻ പ്രിന്റർ ആണ്. 2606 SDW എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അപ്പോൾ ഇതൊരു ലേസർ പ്രിന്റർ ആണ്, പേര് തന്നെ ഉണ്ട് ലേസർ പ്രിന്റർ. ലേസർ പ്രിന്ററിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലേസർ പ്രിന്റിങ് വളരെ ആക്യുറേറ്റും അതേപോലെ തന്നെ വളരെ ഫാസ്റ്റ് പ്രിന്റിംഗ് സൊല്യൂഷൻ, അതേപോലെ തന്നെ പ്രിന്റ് ക്വാളിറ്റിയിലാണെങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പൊതുവെ ലേസർ പ്രിന്റർ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ് പ്രിന്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഈ ഒരു പ്രിന്ററിന്റെ പ്രിന്റിംഗ് കോസ്റ്റും വളരെ കുറവാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയാം. അപ്പോൾ ഇതുകൊണ്ടാണ് ലേസർ പ്രിന്റർ ആൾക്കാർ പൊതുവെ പ്രിഫർ ചെയ്യുന്നത്, കാരണം വളരെ ക്വിക്കായിട്ട് നമുക്ക് പ്രിന്റ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പ്രിന്ററെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പ്രിന്ററിന്റെ പ്രത്യേകതകൾ, ഈ പ്രിന്ററിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രിന്റിങ് കോസ്റ്റ് എത്രയാണ്, റീഫിൽ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. വളരെ ഒരു എന്താ പറയുക, ഓൾ ഇൻ വൺ പ്രിന്റർ എന്ന് ഡെഫിനറ്റ്ലി പറയാം. മൾട്ടി ഫംഗ്ഷൻ പ്രിന്റർ ആണ്. ഒബ്വിയസ്ലി പ്രിന്റ്, സ്കാൻ ആൻഡ് കോപ്പി ആ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. എന്നാൽ കൂടി വേറെയും കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത്, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ഒന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് HP ലേസർ ജെറ്റ് ടാങ്ക് മൾട്ടി ഫംഗ്ഷൻ പ്രിന്റർ 2606 SDW ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ബോക്സിൽ എന്തൊക്കെയാണ് വരും നോക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ബോക്സ് പാക്കേജിങ്. ഇതിനകത്താണ് പ്രിന്റർ വരുന്നത്. അപ്പോൾ പ്രിന്റർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് പ്രിന്റർ കാണാം, ഒരു USB Type A കേബിൾ കാണാം പ്രിന്ററായിട്ട് കണക്ട് ചെയ്യാനുള്ള. എന്നാൽ വയർലെസ് പ്രിന്റിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് കേബിളിന്റെ ആവശ്യമേ ഇല്ല നമുക്ക്. പിന്നെ പവർ കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രിന്റർ പുറത്ത് എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് കാണാം. വളരെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് പ്രിന്റർ ആണ്, നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടില്ലേ, ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു സോളിഡ് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് മാറ്റ് ഫിനിഷും നല്ല ഭംഗിയുള്ളതാണ്. മെറ്റീരിയൽ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി, ബിൽഡ് ടു ലാസ്റ്റ് എന്നൊക്കെ പറയില്ല, അതേപോലെയാണ് നമുക്ക് ഈ പ്രിന്റർ കാണുന്നത്. വളരെ നല്ലൊരു സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. പ്രിന്റർ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷനും വളരെ സിമ്പിൾ ആണ്. നമ്മൾ പ്രിന്റർ പുറത്തെടുക്കുക, ബോക്സിൽ നിന്ന് പവർ കോഡ് കണക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു പവർ ബട്ടൺ കാണാൻ സാധിക്കും. ആ ബട്ടൺ അമർത്തുക. അതേപോലെ തന്നെ വൈഫൈ ഐക്കണ്ട് അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രിന്റർ ഡിസ്കവറബിൾ ആവും. അപ്പോൾ നമ്മൾ HP സ്മാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതർ ലാപ്ടോപ്പിൽ ചെയ്യാം, വിൻഡോസിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മാക്കിൽ അവൈലബിൾ ആണ്, ആൻഡ്രോയിഡും iOSൽ അവൈലബിൾ ആണ്. എവിടെയെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വൈഫൈ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിന്റർ ഡിസ്കവറബിൾ ആണ്. അവിടെ നമ്മൾ പ്രിന്ററിലേക്ക് വൈഫൈയുടെ ഡീറ്റെയിൽസ് പാസ് ഓൺ ചെയ്യണം. അതൊക്കെ ആപ്പ് ചെയ്തോളും. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ കോൺഫിഗർ ചെയ്ത് നമ്മുടെ പ്രിന്റർ റെഡി ടു യൂസ് ആവും. അപ്പൊ അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പ്രിന്റർ വൺസ് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് കോൺഫിഗർ ചെയ്യും. അത്രയും അനായാസം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിന്റിംഗ് ഇതാണ്, കോൺഫിഗറേഷൻ ആണ്. അപ്പൊ വൺസ് കോൺഫിഗറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെഡി ടു ഗോ ആണ് പ്രിന്റർ പ്രിന്റ് ചെയ്യാൻ. ഇനി ഇതിന്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുകൾ ഭാഗത്ത് ഇതാണ് ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫീഡർ എന്ന് പറയുന്നത്, ADF എന്ന് പറയുന്നത്. നമുക്ക് സ്കാൻ ചെയ്യാനും കോപ്പി ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ സ്കാൻ ചെയ്ത പേജസ് വരുന്ന ട്രേ. ഇവിടെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫീഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് റീസൈസ് ചെയ്ത് പേപ്പർ വെച്ച് കൊടുത്താൽ മതി, അതിനകത്ത് തന്നെ നമുക്ക് സ്കാൻ ചെയ്യാം. പിന്നെ നമുക്ക് മുകളിൽ തുറന്നു കഴിഞ്ഞാൽ റെഗുലർ സ്കാനിങ് ബെഡ് ആണ്, ഫ്ലാറ്റ് ബെഡ് സ്കാനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ട്രേ, പ്രിന്റിംഗ് പേപ്പർ വെക്കാനുള്ള ട്രേ. ഓൾമോസ്റ്റ് 250 പേപ്പർ ഇവിടെ വെക്കാൻ സാധിക്കും. അതിന്റെ മുകളിൽ തന്നെയാണ് നമുക്ക് ഈ പ്രിന്റർ സെറ്റ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനുള്ള ബട്ടൺസും, പവർ ബട്ടണും വൈഫൈ ബട്ടണും അതേപോലെ ചെറിയ ഡിസ്പ്ലേ എല്ലാം തന്നെ കാണാം. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് വേണ്ട കോൺഫിഗറേഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെയാണ് നമുക്ക് പ്രിന്റ് ചെയ്ത പേപ്പർ വരാനുള്ള ട്രേ. അവിടെ നമുക്ക് ഓൾമോസ്റ്റ് 100 പേപ്പേഴ്സ് അറ്റ് ദ ടൈം വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ല ഒരു സെറ്റപ്പ് ആണ്. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിലും തന്നെ യൂസർ ഫ്രണ്ട്ലിനെസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാത്തിലും തന്നെ വളരെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മള്
ടോണർ റീഫിൽ ചെയ്യാനുള്ള ഏരിയ. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്താണ് ടോണർ നമ്മൾ റീഫിൽ ചെയ്യുന്നത്. അതേക്കുറിച്ച് ഞാൻ വിശദമായി പറയാം എങ്ങനെയാണ് അത് ഫിൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജുമാണ് ഈ പ്രിന്റർ ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രിന്ററിന്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ് ആണ്. ഇതിലൊരു പേജ് പ്രിന്റ് ചെയ്യാൻ നിങ്ങൾക്ക് വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ വെറും 30 പൈസയാണ്. അപ്പോൾ ദ ചീപ്പസ്റ്റ് പ്രിന്റർ ഇൻ ദിസ് സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെറും 30 പൈസയ്ക്കാണ് നിങ്ങൾക്ക് ഒരു പേജ് കിട്ടുന്നത്. അതിനൊപ്പം തന്നെ ഇത് റീഫിൽ ചെയ്യാനുള്ള മെത്തേഡും വളരെ സിമ്പിളാണ്. ജസ്റ്റ് 15 സെക്കൻഡ് മതി ഇത് റീഫിൽ ചെയ്യാൻ. ടെക്നീഷ്യനോ അല്ലെങ്കിൽ സർവീസ് സെന്ററോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ 15 സെക്കൻഡ് ഇത് റീഫിൽ ചെയ്യാവുന്നതാണ്. ഇത് ആകെ ചെയ്യേണ്ടത് ഇതിനകത്ത് ഇത് തുറന്നിട്ട് മുകൾ ഭാഗത്ത് ആ ലിഡ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ 15 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് റീഫിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഓപ്ഷൻ. ടോണർ റീഫിൽ ചെയ്യാൻ വെറും 15 സെക്കൻഡ് മതി എന്നുള്ളതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവ് സൊല്യൂഷൻ ആണ്. ഈസി ആണ് ഇതിന്റെ റീഫിൽ മെക്കാനിസം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് ആണ്. പിന്നെ അത് ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫീഡർ. ഇതിന് മുകളിലുള്ള ഭാഗമാണ് ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫീഡർ. ഇതിനകത്ത് നമുക്ക് അപ് ടു 40 പേജ് സ്കാൻ ചെയ്യാൻ, ഡബിൾ സൈഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫീഡറിൽ നമ്മൾ കൊടുത്ത് സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്കാനിങ്ങും കോപ്പിയും ചെയ്യും. അതേപോലെ ഇത് ഡ്യൂപ്ലെക്സ് പ്രിന്റർ ആണ്. ഡ്യൂപ്ലെക്സ് പ്രിന്റർ പ്രത്യേകം നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്രിന്റിൽ തന്നെ നമുക്ക് 2 സൈഡ് പേജും പ്രിന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് പ്രിന്റർ നമ്മൾ പേപ്പർ മാറ്റിയിടേണ്ട, അത് കൂടാണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പേപ്പർ വെച്ചിട്ട് പ്രിന്റ് ബോത്ത് സൈഡ്സ് കൊടുത്താൽ എഫക്റ്റീവ് ആയിട്ട് അത് 2 സൈഡും കൂടെ പ്രിന്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫംഗ്ഷനാലിറ്റി കൂടി ഒരു ഡ്യൂപ്ലെക്സ് പ്രിന്റർ ആണ്. അതിനൊപ്പം തന്നെ ഈ ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫീഡർ, അതായത് ADF 40 പേജസ് വരെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഒരുപാട് പേജസ് സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി, സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഈ ഏരിയയിലാണ് നമുക്ക് സ്കാൻ ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം വരുന്നത്. ഇനി നമ്മൾ ഈ പ്രിന്റർ വാങ്ങുമ്പോൾ ഇതിനകത്തുള്ള റീഫിൽഡ് ടോണറിന് നമുക്ക് ആക്ച്വലി 5000 പേജ് നമുക്ക് പ്രിന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ പ്രിന്റർ വാങ്ങുമ്പോൾ നമുക്ക് വേറെ ഇങ്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, ടോണർ മേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്തുള്ള ഡീഫോൾട്ട് ടോണറിന് നമുക്ക് 5000 പേജ് പ്രിന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. 5000 പേജ് നമുക്കിപ്പോൾ സ്മോൾ മീഡിയം ബിസിനസ്സും ഓഫീസും അല്ലെങ്കിൽ ഹോം യൂസേജിനും സ്റ്റുഡൻറ് യൂസേജിനൊക്കെ വളരെ കോസ്റ്റ് എഫക്റ്റീവായ ഒരു പ്രിന്റിംഗ് സൊല്യൂഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ആപ്പ് ഉണ്ട്, നമുക്ക് കോൺഫിഗർ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഏതൊരു പ്രിന്ററിന്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ സെക്യൂരിറ്റി ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓഫീസൊക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ അതിന്റെ സെക്യൂരിറ്റി ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോ ലെവൽ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി ഈസ് പ്രയോറിറ്റൈസ്ഡ് ബൈ HP തന്നെ വൂൾഫ് എസെൻഷ്യൽ സെക്യൂരിറ്റിയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് 2 സൈഡ് പ്രിന്റിംഗ്, അഡ്വാൻസ് സ്കാനിങ്, എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമൺലി ഉള്ള ഒരു തെറ്റിദ്ധാരണ ഈ പ്രിന്റേഴ്സിനുള്ളത് എന്താ വെച്ചാൽ മോണോ പ്രിന്റേഴ്സിന്റെ പേപ്പർ ജാം ഇഷ്യൂസ് വരാം. അതേപോലെ പ്രിന്റിംഗ് ഇങ്ക് ക്വാളിറ്റി ഒരു 4000-5000 പേജ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും, ലൈൻസ് വരും എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ ഇങ്ങനത്തെ ഈ ഒരു പ്രിന്ററിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഒന്നും തന്നെ ഇല്ല. പേപ്പർ ജാം ഇഷ്യൂസേ വരുന്നില്ല. അതിനൊപ്പം തന്നെ നല്ല ക്വാളിറ്റി പ്രിന്റിംഗ് ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിന്റിംഗ് സൊല്യൂഷൻ ഈവൻ 4000-5000 പേജ് പ്രിന്റ് ചെയ്താൽ പോലും വേറെ ഒരു ഇഷ്യൂസും തന്നെ വരുന്നില്ല. അപ്പം നല്ലൊരു പ്രിന്ററാണ്. അതിനൊപ്പം തന്നെ ഇതിന്റെ ഡ്രം റീപ്ലേസ്മെന്റ് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. സർവീസ് സെന്ററിൽ പോവുക അല്ലെങ്കിൽ ടെക്നീഷ്യന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഇതിന്റെ ബാക്ക് പാനലിൽ നമുക്ക് റിമൂവ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതും വളരെ യൂസ്ഫുൾ ആയ ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ഇനി നമുക്ക് ഇതിന്റെ ആപ്പ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ HP സ്മാർട്ട് എന്നാണ് ഈ ആപ്പിന്റെ പേര്. അപ്പോൾ ഈ ആപ്പ് അവൈലബിൾ ആവുന്നത് ആൻഡ്രോയിഡിലുണ്ട്, iOS-ലുണ്ട്, വിൻഡോസ്, മാക് എല്ലാ പ്ലാറ്റ്ഫോംസിലും തന്നെ അവൈലബിൾ ആണ്. ഞാൻ ഐഫോണിലാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് HP സ്മാർട്ട് ആപ്പ്. അപ്പോൾ നമ്മൾ വയർലെസ്ലി കണക്ട് ചെയ്ത് നമുക്ക് പ്രിന്റർ കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടില്ലേ, പ്രിന്ററിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണാം. HP LaserJet 2606 SGW എന്ന് കാണാം. അതേപോലെ തന്നെ ഇങ്ക് ലെവൽ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതായത് നമുക്കുള്ള ഓപ്ഷൻസ്, പ്രിന്റ്, ഡോക്യുമെന്റ്, സ്കാൻ, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ സ്കാൻ ചെയ്യാം. അതായത് പ്രിന്ററിന്റെ മുകളിൽ പേപ്പർ വെച്ച് ഇവിടുന്ന് തന്നെ സ്കാൻ ചെയ്ത മൊബൈലിലേക്ക് തന്നെ എനിക്ക് സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ പ്രിന്റ് ഡോക്യുമെന്റ് എടുക്കുകയാണ്. അപ്പോൾ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് ഞാൻ എടുത്തിരിക്കുകയാണ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണാം. ഇവിടെ പ്രിന്റ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് കാണാം. ഇതിനകത്ത് നമുക്ക് പ്രിന്റ് എത്ര കോപ്പി വേണം, അതിനൊപ്പം തന്നെ ഏത് ക്വാളിറ്റിയിൽ വേണം, ബെസ്റ്റ്, നോർമൽ, ഡ്രാഫ്റ്റ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡ്യൂപ്ലെക്സ് പ്രിന്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതായത് 2 സൈഡ് പ്രിന്റിംഗ്, സെയിം പേപ്പർ തന്നെ 2 സൈഡ് പ്രിന്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഏതാ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. പ്രിന്റിംഗ് എന്ന് കൊടുക്കുകയാണ്. അപ്പം തന്നെ വൈഫൈയിലൂടെ ഇത് വയർലെസ്ലി കണക്റ്റഡ് ആണ് കേട്ടോ. എയർ പ്രിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വയർലെസ്ലി തന്നെ നമുക്ക് കണ്ടില്ല വളരെ സ്പീഡായിട്ട് പ്രിന്റ് കൊടുത്തിരിക്കുകയാണ്. ഇതല്ലേ, ഇപ്പം തന്നെ നമ്മൾ പ്രിന്റ് കൊടുത്തു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ വളരെ വിത്തിൻ സെക്കൻഡ്സ് വേണ്ടി പറയാം പ്രിന്റ് റെഡി ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പ്രിന്റിന്റെ ക്വാളിറ്റി
ക്വാളിറ്റി ഉണ്ടല്ലേ, വളരെ നല്ല ക്വാളിറ്റിയാണ്. ഇങ്ക് സ്പ്രെഡോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ലെറ്റേഴ്സ് ഒക്കെ വളരെ ലെജിബിൾ ആണ്, നല്ല ക്വാളിറ്റി പ്രിന്റിംഗ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഈ ആപ്പ് വളരെ യൂസ്ഫുൾ ആപ്പാണ്. അതായത് നമുക്ക് സ്കാൻ ചെയ്യാനും പ്രിന്റ് ചെയ്യാനോ എല്ലാത്തിനും തന്നെ ഈ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. HP സ്മാർട്ട് എന്നാണ് ഈ ആപ്പിന്റെ പേര്. എല്ലാ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. അതിനൊപ്പം തന്നെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പ്രിന്ററിന്റെ എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റി പ്രിന്റാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ നല്ല ഒരു ആപ്പായിട്ട് ഡെഫിനറ്റ്ലി ഇതിന് വിശേഷിപ്പിക്കാവുന്നതാണ്. HP സ്മാർട്ട് ആപ്പാണ്, എല്ലാ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പ്രിന്റർ ഇപ്പോൾ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസമായി ഓഫീസിൽ സെറ്റപ്പ് ചെയ്തിട്ട് ഇതാണ് ഇപ്പോൾ റെഗുലറായിട്ട് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് പ്രിന്റിംഗ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള വളരെ ഈസിയാണ്. അതേപോലെ തന്നെ സ്കാനിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫീഡറിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ പേജസ് സ്കാൻ ചെയ്തെടുക്കുക, കോപ്പി ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും തന്നെ അവിടെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിനൊപ്പം തന്നെ ആപ്പ് വഴി പ്രിന്റ് ചെയ്യാം. എയർ പ്രിന്റ് ഉണ്ട്, വയർലെസ് പ്രിന്റിംഗ് സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും തന്നെ നല്ല, പിന്നെ വളരെ ഫാസ്റ്റും നല്ല ക്വാളിറ്റി പ്രിന്റിംഗും ആണ് ഈ ഒരു പ്രിന്റർ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട്, അതായത് HP 2606 SGW എന്ന് പറഞ്ഞ ലേസർ ജെറ്റ് ടാങ്ക് പ്രിന്റർ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു മോണോക്രോം പ്രിന്ററാണ്. എസ്പെഷ്യലി ഇതൊരു സ്മോൾ മീഡിയം ബിസിനസ്സസ്, അതായത് SMBസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയ പ്രിന്റർ. കാരണം എന്താ വെച്ചാൽ ലോ മെയിൻ്റെനൻസ്, ഈസി ടോണർ റീഫിൽസ്, കോസ്റ്റ് എഫക്റ്റീവ് പ്രിന്റിംഗ്, അത്രയാണ് ഇതിന്റെ ഓപ്ഷൻ. പിന്നെ എന്താ വെച്ചാൽ എൻഹാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് പ്രിന്റിംഗ് സ്പീഡ് നല്ലതാണ്, സീംലെസ് ഓപ്പറേഷൻ ആണ്. അത് ഒപ്പം തന്നെ നമുക്ക് ആപ്പ് സപ്പോർട്ട് ഉണ്ട്, ആപ്പ് തന്നെ വയർലെസ്ലി പ്രിന്റ് ചെയ്യാം. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് വെച്ച് ഇത് നല്ല ഒരു സൊല്യൂഷനാണ് നമ്മുടെ സ്മോൾ മീഡിയം ബിസിനസ്സസിനും അതേപോലെ തന്നെ ഓഫീസും ഹോമിനൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു പ്രിന്ററാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ്. അതിനൊപ്പം തന്നെ നിങ്ങൾ ഈ ലേസർ ജെറ്റിലെ കളർ പ്രിന്റേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ HP തന്നെ ലേസർ ജെറ്റ് 3000 സീരീസിന്റെ അതിനകത്ത് ലേസർ ജെറ്റ് പ്രോ 3303 SGW, അതേപോലെ തന്നെ HP കളർ ലേസർ ജെറ്റ് പ്രോ 3203 DW, രണ്ടും തന്നെ കളർ പ്രിന്റിംഗ് സൊല്യൂഷൻസ് ആണ് ലേസർ ജെറ്റ് പ്രിന്റിങ്ങിലുള്ളത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് HP-ന്റെ ലേസർ ജെറ്റ് ടാങ്ക് മൾട്ടി ഫംഗ്ഷൻ പ്രിന്റർ. പ്രിന്റ്, സ്കാൻ ആൻഡ് കോപ്പി, വളരെ ഒരു എഫക്റ്റീവായ ഒരു പ്രിന്ററാണ്. ഇതിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്, കോസ്റ്റും വാങ്ങാനുള്ള ലിങ്കും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിന്റർ നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല വളരെ ഫാസ്റ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് കോസ്റ്റ് കുറഞ്ഞ ഒരു പ്രിന്റിംഗ് സൊല്യൂഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കാവുന്ന ഒരു ഓപ്ഷനാണ് HP-ന്റെ ലേസർ ജെറ്റ് ടാങ്ക് മൾട്ടി ഫംഗ്ഷൻ പ്രിന്റർ 2606 SGW. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.